നേരം പരപര വെളുത്തപ്പോൾ തന്നെ നമ്മൾ വണ്ടി എടുത്തു നേരെ വിട്ട് റെയിൽവേ സ്റ്റേഷൻ. ആദ്യം നമ്മുടെ ഫ്രണ്ട് അശ്വിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ആണെങ്കിൽ അവൻ്റെ കൂടെ ഞാനും കയറി. ഇന്ന് കുറച്ച് ഓട്ടപ്പാച്ചിലാണ്. അന്നേരം ഒടുക്കലത്തെ തരും മിനിറ്റ് പോലും കളയണ്ടായല്ലോ. അത്രയ്ക്ക് ലേറ്റ് ആയതുകൊണ്ട് പെട്രോൾ പോലും അടിക്കാതെ വന്നപ്പോഴത്തേക്കും ഇവിടെ റാലി അണിഞ്ഞത് വണ്ടി തട്ടിക്കൂട്ടി വണ്ടിയൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്താണെങ്കിൽ ഒരുമാതിരി ഡബിൾ മൈൻഡഡ് ആണ്. പോണോ വേണ്ടയോ, കാരണം നല്ല വിശപ്പാണ്. ദൈവദൂന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ഒരു ബിസ്ക്കറ്റ്. എന്തൊക്കെ പറഞ്ഞാലും തിരക്കിന്റെ കാര്യത്തിൽ വേണാട് എക്സ്പ്രസ് നമ്മളെ ഒരു ദിവസം പോലും നിരാശപ്പെടുത്താറില്ല. കുറെ നേരം നിന്നതിന് ശേഷം നമുക്ക് ഇരിക്കാനായിട്ട് ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവാടെ നമ്മൾ ആ ബിസ്ക്കറ്റ് എടുത്ത് തിന്നാനായിട്ട് അരപ്പള്ളം നിറച്ച ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എറണാകുളം എത്തിയിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കളമശ്ശേരി വരെ പോയിട്ട് നമ്മുടെ കൂടെ വന്ന് 2 വധൂരികൾക്ക് ഒരു ഹോസ്റ്റൽ സെറ്റ് ആക്കുക എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കണ്ട ആടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കളമശ്ശേരിക്ക് നേരെ വിടുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്മാർ ഹോസ്റ്റലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലൊക്കെ കൊള്ളാൻ വലിയ തിരക്കേടില്ല, അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ ഇരുന്ന സമയത്ത് യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ അടുത്തന്നെ കാണുന്നത്. ഇവനാണെങ്കിൽ എനിക്ക് നേരത്തെ തൊട്ടേ അറിയാവുന്നതാണ്, 4 വർഷമായിട്ട് അറിയാവുന്നതാണ്. സിദ്ധാൻ എന്നാണ് ഇവന്റെ പേര്. 4 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ അറിയാമെങ്കിൽ ഞങ്ങൾ ഓൺലൈനിൽ കൂടെ പരിചയമുള്ളൂ, കാരണം ഞങ്ങൾ ഫ്രീ ഫയർ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ നേരിട്ട് ഇതായിട്ട് കണ്ടു. അങ്ങനെ അവൻ്റെ കൂടെ 2-3 പിക്കൊക്കെ എടുത്ത് പിന്നെ എപ്പോഴും കാണാന്ന് പറഞ്ഞ് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു അവനോട്. പിന്നെ നമ്മൾ നേരെ ലുലുവിലേക്ക് വിട്ടുപിടിച്ചു എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് മേടിക്കണം, കാരണം വെച്ചാൽ നല്ല വിശപ്പുണ്ട്. രാവിലത്തെ ആ ബിസ്ക്കറ്റിന്റെ മണ്ടലാണ് നമ്മൾ ഇത്രയും നേരം ഇരിക്കുന്നത്. അങ്ങനെ ലുലു എത്താറായപ്പോഴാണ് അംബിസ്വാമി ഒരു മസാല ദോശ കഴിച്ചാലും എന്നൊരു മൈൻഡ് പെട്ടെന്ന് വന്ന് അവനോട് ചോദിച്ചപ്പോഴത്തേനും അവനാണെങ്കിൽ ഓക്കെ അടിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടുപിടിച്ചു അംബിസ്വാമിയിൽ. ടോക്കണൊക്കെ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്ത് 5 മിനിറ്റ് ആയപ്പോഴത്തേനും തന്നെ സാധനം വന്നിട്ടുണ്ട്. അതങ്ങോട്ട് കൊണ്ട് വെച്ചപ്പോൾ തന്നെ നാക്കിൽ കപ്പലോടം തുടങ്ങി. അതുപോലെ ടേസ്റ്റ് ആണ്. അങ്ങനെ ചടപടയെന്ന് അതും കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ലുലുവിലേക്ക്. ലുലു വന്നപ്പോഴത്തേനും അവിടെ റംദാന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നേരെ 3rd ഫ്ലോറിൽ ഈ ഒരു വ്യൂ കിട്ടുന്ന ഒരു പോയിന്റിൽ ഞങ്ങൾ പോയിരുന്നു. ഇവിടെ വന്ന എന്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തപ്പോഴേ നമ്മൾ പിന്നെയും തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട് ലുലുവിന്. പിന്നെ കുറെ നേരം അവിടെ തെണ്ടിത്തിരിഞ്ഞൊക്കെ വീക്ക് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കളക്ഷനൊക്കെ വൺസോ. പിന്നെ കുറെ നേരത്തെ തെണ്ടലിന് ശേഷം നേരെ തിരിച്ച് 2 മണിക്കത്തെ പരശുരാമിന് കയറി വീട്ടിലേക്ക് വിട്ടു. ഇരുന്നപ്പോഴാണ് ഹാർമോണിയം തൂക്കി പിടിച്ചൊരു പുള്ളിക്കാരൻ വന്നത്. ഇവിടെയൊക്കെയോ ഒരു മഴക്കോളിന്റെ ലക്ഷണങ്ങൾ പോലൊക്കെ കണ്ടു തുടങ്ങി. നമ്മുടെ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. നമ്മൾ ചെങ്ങന്നൂർ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായി ചെറുതായിട്ട്. പക്ഷേ മഴയൊന്നും കൂസാതെ നമ്മൾ എന്തായാലും വണ്ടി എടുത്തങ്ങ് പോയി. കാരണം എന്തായാലും വീട്ടിൽ ചെന്ന് കുളിക്കുകയും ചെയ്യണം, നനയ്ക്കുകയും ചെയ്യണം. പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ട് അശ്വിന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലത്തെ സ്റ്റുഡിയോയിൽ രാത്രിയൊക്കെ ആയപ്പോൾ അവനെ കൂട്ടി വീണ്ടും ഇറങ്ങി അവന്റെ പാനൊന്ന് ഷോട്ട് ചെയ്യും. പാന് വിട്ടിട്ട് നേരെ വേറെ അടുത്തന്നെ വീട്ടിലോട്ട് പോയി. ഇവനാണ് വിദ്യാനന്ദ്. ഇവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേന് അവനാണെങ്കിൽ അവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് നമ്മളെ വിളിച്ചോണ്ട് പോയി. പക്ഷേ അവിടെ ചായക്കട ഉണ്ടായിരുന്നില്ല. ഒരുമാതിരി ആട് കടന്നത്തെ പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ ഉള്ള അവസ്ഥ. ഉള്ള പൈസ എല്ലാം കൂടെ പെറുക്കി കെട്ടി ഞങ്ങൾ പൊറോട്ട കഴിക്കാന്ന് പറഞ്ഞ് നേരെ വെച്ച് വിളിച്ചു. പൊറോട്ട ഗ്രേവിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പൊറോട്ടൻ ഗ്രേവി വന്നപ്പോൾ ഗ്രേവിക്കകത്ത് 2-3 പീസ് എടുക്കും. ഹോട്ടലിൽ അങ്ങനെയാണ് ഗ്രേവിയുടെ ഒപ്പം ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ പീസൊക്കെ കിട്ടും. അതെല്ലാം കഴിച്ച് നമ്മൾ വേറൊരുത്തന്റെ വീട്ടിലേക്ക് പോയി. ഇറങ്ങി വന്നാണ് പി അല്ലേലും എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരുത്തൻ നേരെ കയറാന്നുള്ളത് നിർബന്ധമാണ്. പറഞ്ഞത് ഈ മുതലാണ് വിദ്യാനന്ദ്. നാളെ തൊട്ട് SBIയിൽ ജോലിക്ക് പോകട്ടെ. ഇന്ന് അവൻ പോയി മുടിവെട്ടിയാണ് ദേ ഈ ചരച്ച്. എന്താ സ്വാലികത്തായ വെട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി ഒരുമാതിരി തേങ്ങ ചെരാൻ അറിയാത്തൊരു ചെറിയ പോലെ. ഇവനെ ഈ കോലത്തിൽ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിയുടെ കുറച്ച് പൊടിക്കൈകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ തലേമേലൊരു താജ്മഹൽ തന്നെ പണിയെന്നാണ് പി ശപഥം ചെയ്തേക്കുന്നത്. അപ്പൊ ഓക്കെ ബൈ, ബാക്കി നാളെ.